അപ്പോൾ ഗൈസ് അവിടെ ഒരു വലിയ അടി നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കാണിച്ച രാവിലത്തെ അടി എന്താണെന്ന് ഞാൻ എന്തോ കാട്ടിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ കാട്ടിയത്. അപ്പോൾ ഗൈസ് അടി നമുക്ക് കാണാം. കുട്ടന്റെ കുട്ട കുട്ട കരയല്ലേ കുട്ട കുട്ട കരയല്ലേ കുട്ട കുട്ടന്റെ അച്ഛൻ പറയുമ്പോ ചക്കര കൊണ്ടോരാം കുട്ട കുട്ട കരയല്ലേ കുട്ട കടിച്ചേ ആവശ്യം ചിപ്സ് ചിപ്സ് നോളിലൊട്ടി ചിപ്സ് എന്റെ കുട്ടി പാവാണ്. പെറുക്കിടണ്ടില്ല പറഞ്ഞു നല്ല കുട്ടിയാണ്. പെറുക്കിക്കോളി. കുട്ട കുട്ട കരയല്ലേ കുട്ടന്റെ അച്ഛൻ വരുമ്പോൾ ചക്കര കൊണ്ടുപോയാം. ലൈറ്റ് ഒക്കെ ഓഫാക്കി ഗൈസ്. കുട്ട കുട്ട കരയല്ലേ കുട്ട കുട്ട കരയല്ലേ. എന്താ പ്രശ്നം? എന്താണ് ഈ വീട്ടിലെ? എനിക്കറിയാത്തൊരു പ്രശ്നം. എന്തേതു ഗൈസ് എന്റെ കുട്ടിയാണ് പെറുക്കിടണ. ഇതൊക്കെ എടുത്ത് എറിഞ്ഞിക്കണ്. എന്താണ് പ്രശ്നം ഈ വീട്ടിലെ? എന്താ പ്രശ്നം നിഹാ? ഈ ബിഗ് ബോസ് ആയി ഈ വീട്. എന്റെ കുട്ടി ലൈറ്റ് ഓഫ് ആക്കിയോ? ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയല്ലേ. ഇവിടെ വീഡിയോ എടുക്കാൻ കണ്ടില്ലേ? കുട്ടാ കുട്ടാ കരയല്ലേ ഫിറിദോ കുട്ടന്റെ അച്ഛൻ വരുമ്പോൾ എന്റെ കുട്ടി നീശാണി. നമുക്ക് അക്ക തീർക്കാം. എന്റെ കുട്ടി നീശാണി. കുട്ടാകാരയില്ലേ കുട്ട കുട്ടന്റെ അച്ഛൻ വരുമ്പോൾ ഇതൊക്കെ പെറുക്കിട്ടോളിയാ. ഇത് തിന്നൂലട്ടോ. ഇത് എടുത്ത് ഒഴിവാക്കാനാ. ഇത് ഞാൻ ഇങ്ങനെ വെല്ല അപ്പോ ഇതിനോളെ ആർത്ത് വെച്ചപ്പാടുണ്ടാക്കി. അപ്പോ ഇമ്മ ഓളെ ആർക്കണപ്പോ അടിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്നിട്ട് അടിച്ചപ്പോൾ അതിനും വല്ല അർത്ഥം. എന്നിട്ട് മറ്റേ ചിപ്സിന്റെ കുപ്പിടുത്ത് എറിഞ്ഞു. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ കുളിച്ചാൻ പോകാൻ നിൽക്കുന്നു. എന്റെ കുളി പോലും നടന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാനാണ് ഇതിന്റെ കാരണം എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹു അല എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പ്രശ്നം മൊത്തം ഞാനാണെന്നാണ് ഇപ്പൊ പറയണത്. ഞാൻ അപ്പോൾ ഓളെ വന്ന് തല്ലി. അപ്പോൾ ഓള് പറഞ്ഞേ ഇവൻ എന്നെ തല്ലി. അപ്പോൾ ഓളെ ഒച്ചപ്പാടുണ്ടാക്കി. ഞാൻ എന്ത് ചെയ്തത്? അല്ലാഹു പിരാന്തടിച്ചിട്ട് ഞാൻ എന്താ ഇപ്പോൾ ചെയ്ത് എന്നറിയില്ല. ഞാൻ ഓളെ എന്താ ചെറിയ അടിതാതാ. അപ്പോൾ ഇതിനോട് ആട്ടു. അപ്പോൾ ഉമ്മ ഓളെ ചെരുപ്പിട്ടടിച്ചു. അത് വേദന ഇല്ലയെന്ന് എനിക്കറിയാം. എന്നിട്ട് ഓളെ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടിയപ്പോൾ ഓള് പിന്നെ നല്ല ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ പിന്നെ അടിച്ചുമ്മ. അപ്പോൾ ആ കുപ്പിട്ട് ഒറ്റ അപ്പോൾ ഒരു അടി. പിന്നെ അടിയോടടിയാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതെന്താണോ എങ്ങനെയാണോ ഒന്നും കഴിച്ച് എനിക്കറിയില്ല. എന്താ ഇപ്പൊ ചെയ്യാ എനിക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോ ഞാൻ ഓളെ പോയി വിളിച്ചാൽ അതിനും വലിയ പ്രശ്നമാണ്. എന്നോട് അവിടെ ചെല്ലണ്ടെന്നാ പറയണത്. എന്താ ചെയ്യാ?
ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ കുളിക്കാൻ പോണതാ. എൻ്റെ ഷാമ്പു ഇത് ഫേസ് വാഷ് ഒക്കെ എടുത്ത് ഞാൻ കുളിക്കാൻ പോണ ഗൈസ്. അപ്പൊ ഇവിടെ നാട് ഒച്ചപ്പാടുണ്ടാക്കിയ ഇനി പിന്നെ ഇവിടെ ഞാൻ ബൾക്ക് ചെയ്യാൻ ജ്യൂസ് എന്താ പ്രശ്നം എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഞാനും ഇപ്പോഴാണ് എനിക്ക് ഒന്നും മനസ്സിലാക്കി തലക്കി ഞാൻ തരച്ചിട്ട് എൻ്റെ കുട്ടി തിന്നോടി ആ ഉച്ചപ്പാടൊന്നും എൻ്റെ കുട്ടി കടന്നു തിന്നാണി അല്ലേ ഓക്ക് തിന്നാൻ വേണമെന്ന് കുട്ടി തിന്നാണിന്നാ എൻ്റെ കുട്ടി കുറച്ച് തിന്നോളൂ കുറച്ച് ഇല്ലേ കുട്ടി കരയല്ലേ കുട്ടിയെ കടിച്ചുമ്പോ എനിക്ക് വീട്ടിൽ നിക്കാൻ പറ്റണില്ല. എന്റെ മൊക്കെന്നെ അടിച്ചു പൊട്ടിച്ചാണ്. ഞാൻ ഇറങ്ങി പോവാണ്. എനിക്ക് ഇവിടെ നിക്കാൻ പറ്റൂല. ഇമ്മ ഇമ്മ എന്റെ റിതൂനി അടിച്ചിക്കണേ. എന്റെ കുട്ടി തുറന്നാണ്. എന്തിനാണ് എന്റെ കുട്ടി തോല് വിളിച്ചത്? ഞങ്ങൾക്ക് ഈ പെരി നിക്കാൻ പറ്റുന്നില്ല. എന്താ അവസ്ഥയാണ് ഗൈസ് ഇത്? എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് നിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫെല്ലക്കുട്ടി എന്താണ് ഇവിടെ പ്രശ്നം വരുന്നത്? നല്ല രസമുള്ള ഒരു പ്രശ്നമാണല്ലേ. എന്റെ കുട്ടിയൊക്കെയാണ് പെറുക്കിടുന്നത്. അപ്പോ അടി ഉണ്ടാവില്ല കാരണം ആരാണ് നബി? ആരാണ് അടി ഉണ്ടാവാൻ കാരണം വരുന്നത്? അപ്പൊ ഗൈസ് എനിക്കറിയില്ല. അപ്പോ ഗൈസ് ഞാന് കുളിക്കാൻ കയറുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. ഗൈസ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല പല പ്രശ്നങ്ങളായിട്ടാണ് ഈ വീട്ടിൽ ഞാൻ നിന്നുകൊള്ളുന്നത്. ഗൈസ് ഇവിടെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്താ പ്രശ്നം. പ്രശ്നം എന്താണ്? പ്രശ്നം എന്താന്ന് അറിയണ്ടേ ഗൈസ്? ഇവിടുത്തെ പ്രശ്നം എന്താന്ന് എനിക്കും അറിയില്ല. ചിപ്സ് ആണെങ്കിൽ കുറച്ച് ചിപ്സ് ഉണ്ട്, കുറച്ച് നിലത്ത് പോയതാണ്. പ്രശ്നമാക്കണ്ട, നമുക്ക് പാർട്സിലേക്ക് അയച്ചുതരാം. വേണ്ടവര് എനിക്കൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. അല്ലെങ്കിൽ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി. ഋതുമോളെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാ. ഋതുമോളെ അപ്പൊ ഗൈസ് നല്ലൊരു അടിക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നല്ലൊരു കിടിലാടിയാണ് ഗൈസ് ഇവിടെ നടന്നത്. ഞാൻ കണ്ടിട്ടില്ല എത്രയും വലിയ അടി. എൻ്റെ അമ്മ ഋതുവിനെ അടിക്കണ അടി ഞാൻ ജനിച്ചിട്ട് ഒരു എത്ര മട്ടം ഞാൻ ഇതുവരെ അടിക്കണ കണ്ടിട്ടില്ല ഗൈസ്. ഓ ഇരുട്ടിൽ എന്നാണ് ഗൈസ് പറയണത്. അല്ലേ ഫെല്ല കുട്ടിയെ? കുട്ടി നീച്ചാണ്. എന്റെ കുട്ടി നീച്ചു വിളിക്കുന്ന നീച്ചോ എന്റെ കുട്ടി എന്റെ കുട്ടി നീച്ചാണി. എന്റെ കുട്ടി നീച്ചാളി. എന്തിനാ എന്റെ കുട്ടി നോല് വിളിച്ചാണ്? നീച്ചോളി ഇങ്ങോട്ട്. അല്ലേ ഓള് നോല് വിളിച്ച എത്താ മാളെ നിങ്ങൾ ഓളെ കാട്ടിയിരിക്കണ്. നിങ്ങൾ ആ കുട്ടിയെ എങ്ങനെ തല്ലാൻ പാടുണ്ടോ? നിങ്ങൾ കുട്ടികളെങ്ങനെ തല്ലാൻ പാടുണ്ടോ മാളെ? നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ തല്ലി പറഞ്ഞാല് ആൾക്കാർ വിചാരിച്ചൂല എന്താ പ്രശ്നം എന്ന്. ഓ അവിടുന്ന് കുട്ടികളെ തല്ലിയാലേ നന്നാവുള്ളൂ. എന്താ പ്രശ്നം എന്താണ്? ഞാനാ ഉത്തരവാദി? ഞാനാ? എന്താണ് പ്രശ്നം? എന്താണ്? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഗൈസ്. ഒരു തോണ്ടലും പിടിക്കലും ഒക്കെ ഇത്ര വലിയ പ്രശ്നമാണ്. ഞങ്ങളെ മുന്നേക്ക് ചെറുതായിട്ട് ഇങ്ങനെ അല്ലയോ ഇങ്ങനെ ആക്കാൻ പാടില്ല. അത് സ്നേഹത്തിന്റെ പുറത്താക്കിയതാണ് അല്ലേ? അപ്പൊ ഓള അതിന് ഒച്ചപ്പാടുണ്ടാക്കിട്ട് ഇന്നടിക്ക് എനിക്ക് 2 അടി കിട്ടിയിട്ടുണ്ടോ? നല്ല കിടിയിലെ 2 അടി. നല്ല കിടീന്റെ കാല് പൊളിഞ്ഞുകൊണ്ട് കഴിച്ചു. 2 അടിന്റെ അമ്മ എന്നെ അടിച്ചു. നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ്.
അതല്ല ഇപ്പൊ നിങ്ങൾ പറയാൻ വിചാരിച്ചത് അടി കിട്ടാത്തില്ല പ്രശ്നമാണ്. എന്നിട്ട് എന്റെ അമ്മന്റെ പാവ അടിച്ചു വരിക. ആ റിത ആ ചിപ്സിന്റെ പെട്ടി മൊത്തം തറപ്പിച്ചു. ഇതെന്താണ് ഗൈസ് പ്രശ്നം? പക്ഷേ ചിപ്സ് പോയി ഗൈസ്. ചിപ്സ് എന്താ ചെയ്യാ? നമ്മള് പ്രശ്നം എന്താന്ന് എനിക്ക് അറിയാം. ഞാൻ ചെറുതായിട്ട് എന്താ പ്രശ്നം? പ്രശ്നം നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതല്ല. ഇനി എന്താ ആദ്യം പ്രശ്നം എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തിനടിച്ചു? കാരണം ഇല്ലാതെ അടിക്കൂലല്ലോ. ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഉമ്മാനോട്. എന്താ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട്. ഉമ്മാനെ വിളിക്കാൻ പാടുന്നു അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ഇത്താത്ത ചെരിപ്പിട്ടിട്ട് ഒറ്റ അടി. അത് വിളിക്കാനുള്ള കാരണം എന്താണ്? അതോടെ എന്തൊക്കെ ഇമ്മാനെ വിളിച്ചിട്ട് അതിന്റെ കണ്ണത്തെ സാധനം. ഓക്കെ, നിങ്ങളെ വിളിച്ചതാണോ ഉമ്മ? നിങ്ങളെ തെറി വിളിച്ചതൊക്കെ പറഞ്ഞേക്കൂ. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്താന്ന് എനിക്ക് അറിയണം മമ്മി. ഇവിടെ എന്താണ് വല്ല ഈ വീട്ടിലെ പ്രശ്നം? എനിക്കെന്നെ അറിയില്ലേ പെരയിൽ എന്തൊക്കെയാ പ്രശ്നം ചെയ്തെന്ന്? നീച്ച ഓക്ക് പ്രശ്നമായിട്ട് നോക്ക്. ഓള് അപ്പോതിനെ മൂടി പാച്ച് കടന്നുറങ്ങി. നീച്ച 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 എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ ഇവിടെ പോവുക. ഗുണ്ടു, എന്താണ് ഇവിടെ പ്രശ്നം നടക്കുന്നത്? ക്യാമറാമാൻ ഷഹൻ, എന്താണ് ഇവിടെ എല്ലാവരും ഇത് പ്രശ്നം? പ്രശ്നം നമുക്ക് അടിച്ചു തീർക്കാം. നീ പറഞ്ഞു ഈ വീട്ടിൽ ഇങ്ങനെയാണ് ഗൈസ് അവസ്ഥ. എനിക്കിവിടെ വീട്ടിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെ ഇടപാടാണ് ഗൈസ്. എന്നെ വീഡിയോ എടുക്കാൻ ചെന്നാൽ എന്നെ അടിക്കുക. എനിക്കിവിടെ ഒരു ഫ്രീഡം ഇല്ല. അല്ല പെണ്ണാണ് ജി ജാതി. ആ നായം പറഞ്ഞിട്ട് ജി എന്റെ കുട്ടി നീച്ചോളി. ചിപ്സ് എന്നാണോ? ചിപ്സ് ആണോ? ഗൈസ്, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഗൈസ്. ഞാൻ ഇവിടെ പോവാണ്. എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എന്റെ അമ്മ അടിക്കാണ് ഗൈസ്. ഞാൻ ഇനി പെര വിട്ട് ഇറങ്ങണം ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് പോവാം. ഇവിടെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയണില്ല ഗൈസ്. ഞാൻ എൻ്റെ ട്രൗസർ ഞാൻ പോവാണ്. ഞാൻ ഇനി ഇവിടെ ഇല്ല. ഞാൻ ഇനി പോവാണ്. എൻ്റെ കുട്ടി ഒരു അവന്നാണ്. പിന്നെ എന്നാ ഞാൻ പോവാണ്. ഞാൻ പോവാണതല്ല. ഞാൻ പോവാണ്. എന്നെ ഇനി ആരും നോക്കണ്ട എന്നെ. ഞാൻ പോയി. എന്റെ കുട്ടി അവിടെ നിന്നോ. ഞാൻ പോവാണ്. എന്നാ എനിക്ക് വരി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. എൻ്റെ കുട്ടി പാവോടൊക്കെ ഗൈസ്. ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഒന്നും കാണാൻ പറ്റണില്ല. ശരി, ഞാൻ പോവാണ്. എന്താണ് എനിക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റണില്ല ഗൈസ്. ഏതൊക്കെ ഇരുട്ട് മൂടി കടയ്ക്ക് പേടിയാവുന്നുണ്ട്. ഇനി ഞാൻ രാത്രി എവിടെയെങ്കിലും തങ്ങാൻ പറ്റുമോക്കട്ടെ. ഞാൻ ഇങ്ങോട്ടടിച്ചാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ്. നടന്നു പോട്ടെ. ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കും കറക്റ്റ് അറിയില്ല. അവിടെ പ്രേതങ്ങളെ ശല്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ഈ വീട്ടുകാരിങ്ങനെ നമ്മളെന്താ ചെയ്യാം? ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കണില്ല. ഈ പെരിയിൽ
കുറച്ച് ഫ്രീഡം ഗൈസ്, കുറച്ച് ഫ്രീഡം. ഇവിടെ നിന്ന് ഉമ്മന്നെ അടിച്ച് ഞാനല്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്നടിച്ചു എന്ന് പറഞ്ഞ ഗൈസ്, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇന്നടിച്ചു എന്ന് പറഞ്ഞ ഗൈസ്, ഞാൻ എന്താ ചെയ്യാം? ഞാൻ ഈ എട്ടത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഗൈസ്. ഞാൻ ഇവിടെ എനിക്ക് പേടിയാവുണ്ട്. ആൾക്കാരൊക്കെ കൂക്കണം അതിൽ പ്രേതങ്ങളില്ല നേരാണ് തോന്നുന്നു ഗൈസ്. എന്താ ഗൈസ് ഞാൻ ചെയ്യാം? ഒന്നും കാണുന്നു, ചീറ്റമാണ്, പാമ്പുക്കളുണ്ടാവും. ഞാൻ എൻ്റെ പരിക്കില്ല. ഞാൻ അവിടെ നിർത്തണം. നിൻ്റെ വീഡിയോ ഒന്നും കാണില്ല ഗൈസ്. ഞാൻ നിർത്തി, എല്ലാം നിർത്തി. ഞാൻ ഈ പെരിയിൽ നിന്ന് പോവാം. എവിടേക്കാണ് പോവാന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ എൻ്റെ പെരിക്കാനില്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ കാരണം ഞാൻ ഉണ്ടാവുമെന്നോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ വരക്കുക കേട്ടോ. ഞാൻ പോവാണ് ഗൈസ്. ടാറ്റ. ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് കണ്ടില്ല. ഇനി മരിച്ചില്ലെങ്കിൽ കാണാം ഗൈസ്.